അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒരു അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നമ്മൾ ഗിവൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ നമുക്ക് ഏതാണ്ടൊക്കെ ഒന്ന് ക്ലാരിറ്റി കിട്ടും. അപ്പം ഇവിടെ ത്രൂ 4 lakh ഇക്വിറ്റി ഷെയർസ് ആണ് കേട്ടോ. 4 lakh ക്വസ്റ്റ്യനിൽ ചെറിയൊരു എറർ ഉണ്ടായിരുന്നു. 4 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each ആണ് വരിക. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഗിവൺ എന്താണെന്ന് നോക്കാം. സെയിൽസ് 90 lakh, project cost 80 lakhs, sales revenue 90 lakhs, and variable cost 60 lakhs, variable cost 60%, sorry, fixed cost 10 lakhs, corporate tax rate 30%, 4 lakh equity, $40 lakhs 12% debentures. സോ ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് നേരിട്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 40 lakhs into 12%, that is 4,80,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ ഗിവണൊക്കെ എഴുതി. ഇനി നമ്മളൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദി ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് ആൻഡ് EPS. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് 90 lakhs, വേരിയബിൾ കോസ്റ്റ് 60% ആണ്. 60% ഓഫ് 90 എന്ന് പറയുമ്പം 9 into 6 54 lakhs വരും. ഇവിടെ മുകളിൽ റുപ്പീസ് ഇൻ ലാക്സ് എന്ന് കൊടുത്താൽ നമുക്ക് പിന്നെ ഇങ്ങനെ ലാക്സ് എന്ന് എഴുതി കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ 54 90 പോയാൽ 36. കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് 10 lakh, so the EBIT 26 less interest 4.8, EBT
21.2 less tax 30%, 6,36,000 അപ്പം 6.36 അപ്പം EAT കിട്ടും. EAT 14,84,000 ആണ്. 40.84 കിട്ടും ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുക. ഓപ്പറേറ്റിംഗ് ലെവറേജ് കോൺട്രിബ്യൂഷൻ ബൈ EBIT 26, കോൺട്രിബ്യൂഷൻ 36. $1.384 എന്ന് കിട്ടും. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് EBIT ബൈ EBT 26 ബൈ EBT 21.2, 26 ബൈ 21.2 1.2264. ഈ കമ്പൈൻ ലിവറേജ് കോൺട്രിബ്യൂഷൻ ബൈ EBIT കോൺട്രിബ്യൂഷൻ ബൈ EBT 21.2 36 by 21.2 is equal to 1.698. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി EPSും കൂടി. EPS is equal to 14,84,000 ആണ് നമ്മളെ ഏർണിങ്സ്, ഡിവൈഡഡ് ബൈ 4 lakh ഷെയർസ് ആണ് നമുക്കുള്ളത്. 14.84 divided by 4 is equal to 3.71 നമ്മുടെ EPS. ആൻസേഴ്സ് കണ്ടു, റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇത് നമ്മൾ സാധാ ചെയ്ത പോലുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിറ്റർമിൻ ദ ലൈക്ലി ലെവൽ ഓഫ് EBIT if EPS is ₹4, B EPS is ₹2, EPS is ₹0. അപ്പം ഇതിപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പം ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ലെവൽ. എക്സിസ്റ്റിംഗ് അതായത് കറണ്ട് ലെവൽ എന്ന് പറയുമ്പം ഇത്രയാണ് വരുന്നത്. 9054 ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക? EPS 4 ആവുന്ന കേസ്, 2 ആവുന്ന കേസ്, 0 ആവുന്ന കേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. EPS 4 ആവുന്ന കേസ്, EPS 2 ആവുന്ന കേസ്, EPS 0 ആവുന്ന കേസ്, 3 കേസസ് ഉണ്ട്. അങ്ങനെ ആ കേസ് കൊടുക്കുക. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? ഡിറ്റർമിൻ ദ ലൈക്ലി ലെവൽ ഓഫ് EBIT ഇഫ് EPS. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് EPS 4 നമുക്ക് കിട്ടണം. EPS 4 വരികയാണെങ്കിൽ നമ്മളുടെ EBIT എത്ര ആവണം? അതാണ് നമ്മളെ ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ, അപ്പം ഒന്നിച്ചല്ലാതെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. അത് മുകളിലുള്ളത് ഒരു ആൻസറായിട്ടും ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഇങ്ങനെ EPS 4, EPS 2, EPS 0. ഇവിടെ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ് അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് EBIT ആണ് കിട്ടേണ്ടത്. നമ്മളെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പം EBIT കിട്ടണം.
EBIT ലെസ് ഇൻട്രസ്റ്റ്, EBT ലെസ് ടാക്സ്, EAT EPS. അപ്പോൾ ഈ EPS 4 വരണം ഇവിടെ. EPS 4 വരണമെങ്കിൽ EPS എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് റിവേഴ്സ് വർക്കിംഗ് ആണ്. അതായത് EPSൽ നിന്ന് നമ്മൾ EBITയിലേക്ക് റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് വരിക. EPS എന്ന് പറയുമ്പം നമ്മുടെ ഏണിങ്സ്, അവൈലബിലിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അഥവാ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. നമ്പർ ഓഫ് ഷെയർസ് ആണ് 4 എന്ന് കിട്ടിയത്. അപ്പം ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? EPS നമുക്ക് അറിയാമെങ്കിൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് EPS ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ നമുക്ക് കിട്ടും. EPS ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്, അതായത് 4 ഇൻറ്റു 4 lakh ഷെയർസ് ആണുള്ളത്. അപ്പം 16 lakhs ആയിരിക്കും നമ്മുടെ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. ലെസ് ടാക്സ് 30% ആണ്. അപ്പം ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പം ഇത് 70% ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് EBITൻ്റെ 70% ആണല്ലോ ഇത്. EBIT 100% ആണെങ്കിൽ അതിൽ നിന്നും 30% കുറച്ചതാണ് നമ്മുടെ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. അതായത് 70% ആയിട്ടുള്ള ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. അപ്പം നമുക്ക് EBIT കിട്ടണമെങ്കിൽ ഈ 16 lakhsനെ ഡിവൈഡ് ബൈ 70% ചെയ്താൽ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ EBIT എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ EBIT കിട്ടണമെങ്കിൽ 60 lakhs divided by 70%. 22,85,740.2 എന്ന് കിട്ടും. 0.28 0.3 എടുക്കും. 0.3 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ EBIT നമുക്ക് കിട്ടി 22,85714 നൽകലം എടുക്കുന്നുണ്ട്. ലെസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ? എത്ര? 4.8. അതായത് 4,80,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ 4,80,000 നമ്മൾ EBITന്ന് 4,80,000 ലെസ് ചെയ്തപ്പോൾ നമുക്ക് 22,85,740 കിട്ടി. അപ്പോൾ നമ്മുടെ EBIT എത്ര ആയിരിക്കും? ഇതിനെ തിരിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടും 4,80,000 ആഡ് ചെയ്യുക. അപ്പം 27,65,740 എന്ന് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ EBIT വരുന്നത്. 4 ആയിട്ടുള്ള കേസിൽ നമ്മളുടെ EBIT വരുന്നത് ഇത്രയാണ്. ഇനി അതുപോലെ തന്നെ 2 ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എത്ര വരിക? അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ EPS കണ്ടുപിടിക്കുക ആദ്യം. അത് EPS 4 ആണെങ്കിൽ 4. അപ്പോൾ ആ 4നെ EPSനെ നമ്മൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഏണിങ്സ് അവൈലബിലിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആക്കി മാറ്റുക. അതായത് EPSൻ്റെ നമ്പർ ഓഫ് ഷെയർസ് കിട്ടിയാൽ നമുക്ക് ടോട്ടലായിട്ടുള്ള ഏണിങ്സ് എത്രയെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പം ആ ഏണിങ്സ് നോക്കുക. എന്നിട്ട് ആ ഏണിങ്സ് നിന്ന് പിന്നെ നമ്മൾ ഈ ഏണിങ്സ് എന്ന് പറയുന്നത് ടാക്സ് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഈ ഏണിങ്സ്. അതായത് 70 എത്രയാണോ X% അതിൽ നിന്നും 100ൽ നിന്നും ആ ടാക്സ് പെർസെൻറ്റേജ് കുറച്ചുള്ള ആ പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 70% മാത്രമാണ്. അതായത് 100% ഉള്ള EBITയിൽ നിന്നും 70% ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 100%ലേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 70% അടിച്ചാൽ മതി. അപ്പോൾ 16 lakhs ഡിവൈഡ് ബൈ 70% ചെയ്യുമ്പോൾ നമുക്ക് 22,85,740 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും അപ്പോൾ EBIT നമുക്ക് കിട്ടി. EBITയിൽ നിന്നും
ഇൻട്രസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് EBIT കിട്ടും. അപ്പം അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസേഴ്സ് ഇവിടെ, ടോട്ടൽ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. ചെറിയ റൗണ്ട് ഓഫിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും, അത് നോക്കണ്ട. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. A company operates at a production level of 5,000 units. Contribution per unit is rupees 16 and operating leverage is rupees 6. Combined leverage is 24. If tax rate is 30%, what would be the earnings after tax? അപ്പോൾ earnings after tax എത്ര ആയിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. ശരിക്കും ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. അതായത് കമ്പനി പ്രൊഡക്ഷൻ ലെവൽ 5,000 യൂണിറ്റ്സിലാണ് ഉള്ളത്. അപ്പോൾ 5,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, 5,000 യൂണിറ്റ്സ് സെൽ ചെയ്തു എന്നുള്ള അസംപ്ഷൻ എടുത്താൽ നമ്മൾ 5,000 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്ര വരിക? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 5,000 is equal to 3 lakh എന്ന് വരും. 3 lakh വരും. അതിന് ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു EBIT ആണ്. അപ്പോൾ EBIT നമുക്ക് അറിയില്ല, ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കറിയില്ല. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ്. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം 3 lakh ആണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് 6 ആണ്. അപ്പം EBIT നമുക്ക് കണ്ടെത്തണമെങ്കിൽ EBIT ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ എത്രയാണ്? 3 lakh ഡിവൈഡ് ബൈ 6 is equal to 50,000 എന്ന് വരും. അപ്പോൾ 50,000 ആണ് നമ്മുടെ EBIT വരുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് 2,50,000 rupees. ഈ കമ്പൈൻ ലിവറേജ് 24 എന്ന് തന്നിട്ടുണ്ട്. ഈ കമ്പൈൻ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? EBIT കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ കമ്പൈൻ ലിവറേജ് എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT ആണ് കമ്പൈൻ ലിവറേജ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ 3 lakh ആണ്, 3 lakh ഡിവൈഡ് ബൈ EBT ആണ് എത്ര? 24. അപ്പോൾ നമ്മുടെ EBT എത്ര ആയിരിക്കും? EBT ഈസ് ഈക്വൽ ടു 3 lakh divided by 24 is equal to 12,500. EBT 12,500 നമുക്ക് കിട്ടി. അപ്പോൾ ഇൻട്രസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം 37,500 ആണ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ EBT കിട്ടി. നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ വാട്ട് വുഡ് ബി ദ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് EBT കിട്ടി. ലെസ് ടാക്സ് അറ്റ് 30%, 3,750. എസ് ചെയ്താൽ 8,750 ആണ് നമ്മുടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. അപ്പം ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പം 8,750 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് എന്ത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്? അതായത് ഇക്വേഷൻസ് ഓരോന്നും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്,
അതുപോലെ തന്നെ കമ്പൈൻ ലിവറേജ് എത്ര തന്നിട്ടുണ്ട്, അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ഓരോ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയാൽ അത് ഇക്വേഷനിലേക്ക് ഇട്ട് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് IIT 8750 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ ലിവറേജ് 2 എന്ന് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് 2000, ഓപ്പറേറ്റിംഗ് ലിവറേജ് 3, വേരിയബിൾ കോസ്റ്റ് 70% ഓഫ് സെയിൽസ്, ടാക്സ് 30%. വെറും ഇത് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതുക. എന്നിട്ട് സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് EBIT ലെസ് ഇൻട്രസ്റ്റ് EBT ലെസ് ടാക്സ് EAT. അപ്പം ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ ആൻസർ നമുക്ക് രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം ക്വസ്റ്റ്യൻസിന്. ഒന്നെങ്കിൽ നമ്മൾ ആദ്യം മെയിൻ ആൻസർ എഴുതിയിട്ട് അതിൻ്റെ ശേഷം നമ്മൾ വർക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ വർക്കിംഗ് നോട്ട്സ് ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് നോട്ട്സ് ആദ്യം എഴുതിയിട്ട് മെയിൻ ആൻസർ പിന്നീട് എഴുതാം, അല്ലെങ്കിൽ ഇടയിലായിട്ട് എഴുതാം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പം ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ മെയിൻ ആൻസർ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള രീതി. പക്ഷേ മറ്റതും രണ്ടിലും മാർക്ക് പോകുന്നില്ല. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ പ്രസൻറ്റേഷൻ നമ്മൾ ആദ്യം ഇത് നമ്മൾ മെയിൻ ആൻസർ കൊടുത്തിട്ട് പിന്നീട് സെക്കൻഡ് ആയിട്ടുള്ള വർക്കിംഗ് നോട്ട്സ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വർക്കിംഗ് നോട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ എന്താ തന്നിട്ടുള്ളത്? ഫിനാൻഷ്യൽ ലിവറേജ് 2 ആണ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് 2000. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനം എന്താ? ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മളിവിടെ ഉള്ളത് ഇവിടെ ഇട്ട് വെക്കുക. 2000 ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ വേരിയബിൾ കോസ്റ്റ് 70% ഓഫ് സെയിൽസ് ആണ്. ടാക്സ് 30% ആണ്. പെർസെൻറ്റേജ് വേണമെങ്കിൽ വെറുതെ ഇവിടെ ഇട്ട് വെക്കാം നമുക്ക്. വേരിയബിൾ കോസ്റ്റ് 75% ആണ്. ഓക്കെ. പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിവറേജ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഈ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പം ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പം EBIT ഡിവൈഡ് ബൈ EBT ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് എത്ര? 2 എന്നല്ലേ? ദാറ്റ് ഈസ് 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് EBIT എത്രയാണെന്ന് നമുക്കറിയില്ല, EBT എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ മാത്സിലാണ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പം ഇങ്ങനത്തെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് വരുമ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യണമെങ്കിൽ വാല്യൂ കണ്ടെത്തണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കുറച്ച് പാടാണ്.
അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഇതിനെ ഒരു ഇക്വേഷനിലേക്ക് മാറ്റുന്ന, ഒരു സംഖ്യയിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇപ്പം ഇത് എക്സ് വൈ അങ്ങനെ ഇത് EBIT അല്ലേ, അപ്പോൾ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം നമുക്ക്. അപ്പോൾ എക്സും വൈയും ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ രണ്ടിനെ നമ്മൾ എക്സിൻ്റെ ഫോർമാറ്റിലേക്ക്, അതായത് രണ്ടും എക്സ് ആക്കി മാറ്റിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. എക്സ് പ്ലസ് എന്തെങ്കിലും ഒന്ന് = വൈ, അങ്ങനെയുള്ള രീതിയിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഈ എക്സും വൈയും ഒക്കെ കൺഫ്യൂഷൻ പോലെ ഒന്ന് ജസ്റ്റ് ഇട്ടേക്ക്, എന്നാലും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ EBITന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, EBT കിട്ടുന്നത്, അതല്ലേ? അപ്പം ഈ സംഭവം നമ്മളിവിടെ ജസ്റ്റ് എഴുതി വെക്കുക. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് = EBIT എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒന്നെങ്കിൽ EBITൻ്റെ ടേംസിലേക്ക് EBITനെ ബേസ് ആക്കി എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ EBITനെ ബേസ് ആക്കി എടുത്തിട്ട് ചെയ്യുക. രണ്ടിൽ ചെയ്താൽ ആൻസർ സെയിം ആയിട്ടാണ് കിട്ടുക. അപ്പോൾ EBITനെ ബേസ് ആക്കി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ EBIT എന്ന് പറയുമ്പോൾ എന്താണ്, EBTയിൽ നിന്നും ഇൻട്രസ്റ്റ് ആഡ് ചെയ്താലല്ലേ നമുക്ക് EBIT കിട്ടുക. അതായത് ഇവിടെ EBIT കിട്ടി, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്തു, അപ്പോഴാണ് നമുക്ക് EBT കിട്ടിയത്. അപ്പോൾ തിരിച്ച് EBIT കിട്ടണമെങ്കിൽ നമ്മൾക്ക് EBTൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, EBIT കിട്ടി. ഈ ഡിവൈഡഡ് ബൈ EBT തന്നെ ചെയ്യും. അപ്പം നമുക്ക് EBITനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. അപ്പം EBITനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ രണ്ടും സെയിം ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാൻ കഴിയും. അപ്പം = 2. ഇനി നോക്കുക, ഇൻട്രസ്റ്റ് നമുക്ക് 2000 ആണെന്ന് തന്നിട്ടുണ്ട്. സോ EBIT + 2000 ഡിവൈഡ് ബൈ EBT = 2 എന്ന് കിട്ടി. അപ്പോൾ ഈ EBTനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം 2 EBT = EBT + 2000 എന്ന് നമുക്ക് കിട്ടും. ദെൻ നമ്മൾ EBTനെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ EBTനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ EBT പ്ലസ്സിലാണുള്ളത്, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആവും. 2 EBT - EBT = 2000 EBT = 2000 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കിട്ടാത്ത സംഖ്യകൾ വരുമ്പോൾ, അതായത് ഫിനാൻഷ്യൽ ലിവറേജ് ഒക്കെ തരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് മാത്രം തന്നിട്ട് ബാക്കിയുള്ള ചോദിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സിറ്റുവേഷൻസും ഉണ്ടാവും. നമ്മൾ കമ്പൈൻ ലിവറേജ് തന്നിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്തിട്ട് എന്തായിരുന്നു ആ ഇക്വേഷൻ നോക്കിയിട്ട് ആ ഇക്വേഷനിൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ കഴിയുമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഓരോ ഇക്വേഷൻസ് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ വരും. അങ്ങനെ ആ റിലേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ EBITനെ EBTയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് EBTൻ്റെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. EBTയും ഇൻട്രസ്റ്റും ചേർന്നതാണ് EBIT. അപ്പം അടിയിലും നമ്മളെ ഡിനോമിനേറ്ററിലും EBT തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോകാൻ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പം EBT നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്തോളൂ. അപ്പോൾ നമുക്ക് EBT കിട്ടി. EBT എത്ര? 2000 കിട്ടി. അപ്പോൾ നമ്മളെ EBIT എത്ര ആയിരിക്കും? 2000 + 2000 4000. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്ന് അറിയില്ല, അപ്പോൾ നമുക്ക് അങ്ങോട്ട് അറിയില്ല. അപ്പം ഇനി 30% ഇവിടെ ടാക്സ്. സോ 600 മൈനസ് ചെയ്താൽ 1400
ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ആ ക്വസ്റ്റിന് തന്നിട്ടുള്ളത്? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു 3. ഓപ്പറേറ്റിംഗ് ലിവറേജ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പം ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി നോക്കുക. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഇതിലേതെങ്കിലും നമുക്കറിയോ? EBIT നമുക്കറിയാം അല്ലേ? EBIT നമുക്കറിയാം. അപ്പം EBIT അറിയുന്നതിനെ കൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ ഇക്വേഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു EBIT ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇൻറ്റു EBIT. ഡിവിഷനിലുള്ള EBIT-നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 3 ഇൻറ്റു EBIT, that is 3 into 4000 is equal to 12,000. അപ്പം നമ്മളെ കോൺട്രിബ്യൂഷൻ വരിക 12,000 ആണ്. 12,000 കോൺട്രിബ്യൂഷൻ വരികയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ആയിരിക്കും? ഒബ്വിയസ്ലി 8,000 ആയിരിക്കും. അപ്പം കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി 12,000 ആണ്. അപ്പം നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ഗിവണിൽ തന്നിട്ടുണ്ട് 75% ആണ് എന്ത് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. അപ്പം 25% ആയിരിക്കില്ലേ നമ്മളെ കോൺട്രിബ്യൂഷൻ റേഷ്യോ. വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എത്ര ആണോ അതിൽ നിന്നും ഒന്നിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് റേഷ്യോ കുറച്ചതാണ് PV റേഷ്യോ, അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അഥവാ കോൺട്രിബ്യൂഷൻ റേഷ്യോ. കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും വരുന്നത് ഒന്നൊന്ന് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ കുറയ്ക്കുന്നതാണ്. അപ്പം ഇവിടെ എത്ര വരുന്നത്? 75% വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ഉണ്ടെങ്കിൽ ഒബ്വിയസ് ആയിട്ട് 25% ആയിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ 12,000 എന്ന് പറയുന്നത് 25% ആണ്. അപ്പം 100% എത്ര വരിക? 12,000 divided by 25% is equal to 48,000 എന്ന് കിട്ടും. 48,000 എന്ന് കിട്ടും. 48,000 അപ്പോൾ 36,000 നമ്മളെ വേരിയബിൾ കോസ്റ്റ് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സെയിൽസ് 4,800 അല്ല 48,000 ആണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ് ഇവിടെ. ഈ പാർട്ട് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇത് എങ്ങനെ ചെയ്തത് ഒന്നുകൂടി ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മൾ EBIT ഉള്ളത് EBIT-നെ നമ്മൾ EBT പ്ലസ് ഇൻട്രസ്റ്റ് ആക്കി മാറ്റി എന്നിട്ട് അതിൽ നിന്നും കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ കാര്യം നമ്മളൊന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഇത് ചിലപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പാർട്സ് ആണ് ഇതൊക്കെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. Next question number 16. From the following details of the company A and B, prepare income statement particulars. Company A, company B. Variable cost 56,000, 60% of sales. Fixed cost 20,000, interest expenses 12,000, 9,000. Financial leverage by US1, operating leverage US1. Next rate sales